ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.1ലെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ലെറ്റ് A equal to 1 2, B 1 2 3 4, C 5 6, D 5 6 7 8. Verify that A cross B intersection C is equal to A cross B intersection A cross C. A cross C is a subset of B cross D. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫസ്റ്റ്? A cross B intersection C equal to A cross B intersection A cross C. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. ആദ്യം LHS എടുക്കാം. എന്താണ് LHS? A cross B intersection C. അപ്പോൾ ആദ്യം നമുക്ക് B intersection C കാണാം. എന്താണ് B intersection C? ഇതാണ് B, ഇതാണ് C. ബിയിലും സിയിലും ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്നത്. ബിയിൽ 1 സിയിലുണ്ടോ? ഇല്ല. 2 ഇല്ല. 3 ഇല്ല. 4 ഇല്ല. അപ്പൊ ബി ഇന്റർസെക്ഷൻ സി എന്താണ്? 5 ആണ്. അപ്പോൾ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സിയോ? എ ക്രോസ് 5. എയിലുള്ളതിനെ കമ്പയർ ചെയ്യാൻ ബി ഇന്റർസെക്ഷൻ സിയിൽ ആരുമില്ല. അപ്പൊ എ ക്രോസ് 5ഉം എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് RHS, എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. അപ്പൊ ആദ്യം എ ക്രോസ് ബി കാണണം. എയും ബിയും തമ്മിൽ ക്രോസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, എ ക്രോസ് ബി എന്താണ്? എ ക്രോസ് ബി ഇങ്ങനെ വരും. എ 1 2 ആണ്, ബി 1 2 3 4. അപ്പൊ ആദ്യം 1 1 1 2 1 3 1 4, then 2 1 2 2 2 3 2 4. ഓക്കെ, അപ്പൊ എ ക്രോസ് ബി കിട്ടി. ഇനി എ ക്രോസ് സി കാണണം. എ 1 2 ആണ്, സി 5 6 ആണ്. അപ്പൊ എ ക്രോസ് സി ഈക്വൽ ടു 1 5 1 6 2 5 2 6. ഓക്കെ, അപ്പൊ എ ക്രോസ് സിയും ആയി. ഇനി എന്താ നമുക്ക് കാണണ്ടേ? എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. അപ്പൊ ഞാൻ എ ക്രോസ് ബിയിലുള്ള ആരെങ്കിലും എ ക്രോസ് സിയിലുണ്ടോ നോക്കാൻ പോകണം. 1 1 ഉണ്ടോ? ഇല്ല. 1 2 ഉണ്ടോ? ഇല്ല. 1 3 1 5ഉം 1 6ഉം മാത്രമേ ഉള്ളൂ. 1 3 ഇല്ല, 1 4ഉം ഇല്ല. 2ലോ? 2 5ഉം 2 6ഉം ഉള്ളൂ. 2 1 ഇല്ല, 2 2 ഇല്ല, 2 3 ഇല്ല, 2 4ഉം ഇല്ല. അപ്പൊ എ ക്രോസ് ബിയിലും എ ക്രോസ് സിയിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അതും എന്താണ്? 5. അപ്പൊ LHSഉം RHSഉം ഈക്വൽ ആയില്ലേ? എന്തായിരുന്നു LHS? അത് 5 ആയിരുന്നു. RHSഉം എന്താണ്? 5 ആണ്. അപ്പൊ LHSഉം RHSഉം ഈക്വൽ ആയല്ലോ? ഈക്വൽ ആയി. LHS ഈക്വൽ ടു RHS. ദെൻ അടുത്തത് എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. അപ്പൊ ആദ്യം എയും സിയും എ ക്രോസ് സി കാണണം. 1 എങ്ങനെ വരിക? 1 5 1 6 2 5 2 6. ഇനി ബി ക്രോസ് ഡി, അതിന് ബിയും ഡിയും എഴുതി. ബി ക്രോസ് ഡി ഞാൻ ഇവിടെ എഴുതി. എങ്ങനെയാ? 1 5 1 6 1 7 1 8 2 5 2 6 2 7 2 8 3 5 3 6 3 7 3 8 4 5 4 6 4 7 4 8. അപ്പം എല്ലാ എലമെൻറ്റും ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി എ ക്രോസ് സി എന്ന് പറയുന്നത് ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ക്രോസ് സിയിലുള്ള എല്ലാ എലമെൻറ്റും എവിടെ വേണം? ബി ക്രോസ് ഡിയിൽ വേണം. അപ്പോഴാണ് എ ക്രോസ് സി എന്താവുക? ഇതിൻ്റെ സബ്സെറ്റ്. സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ എലമെൻറ്റും എവിടെ വേണം? നമ്മുടെ സബ്സെറ്റിൽ വേണം. അപ്പോൾ ആദ്യം 1 5 1 5 ഉണ്ടോ? 1 5 ഉണ്ട്. ഫസ്റ്റ് തന്നെ 1 5 ആണ്. 1 6ഉം ഉണ്ട്. 1 6ഉം ഉണ്ട്. 2 5 2 5 ഉണ്ട്. 2 6 2 6ഉം ഉണ്ട്. അപ്പോൾ എ ക്രോസ് സിയിലുള്ള എല്ലാ എലമെൻറ്റും എവിടെ ഉണ്ട്? ബി ക്രോസ് ഡിയിലും ഉണ്ട്. അപ്പോൾ ഈ എ ക്രോസ് സി എന്ന് പറയുന്നത് എന്താണ്? സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി ആണ്. ഓക്കെ, അപ്പോൾ എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി.